നമസ്കാരം. ഇന്നലെ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലും റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടന്നപ്പോൾ അവിടെ CPM പ്രവർത്തകർ അടിച്ചുകൂടി വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചത് ഇഡിയും വിഡിയും പിന്നെ മോദിയും എന്നുള്ളതായിരുന്നു. അതായത് VD സതീശൻ ഡൽഹിയിൽ പോയി മോദിയെ കണ്ട അടുത്ത ദിവസം തന്നെ മിന്നൽ റെയ്ഡ് ED നടത്തി എന്നുള്ളതാണ്. എന്തൊരു തന്ത്രപരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം BJP ഗവൺമെന്റ്, BJP കേന്ദ്ര ഗവൺമെന്റ് പലതരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് റെയ്ഡും നടത്തിയിട്ടുണ്ട്, നിയമവിരുദ്ധമായിട്ട് തന്നെ. പക്ഷെ കേരളത്തിലെ റെയ്ഡ് നടക്കുന്ന എപ്പോഴാണ്? ഇന്നലെയാണ്. എന്തുകൊണ്ടാണ് ഇന്നലെയാവുന്നത്? 10 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിന്റെ ബാക്കി ഭാഗം മാത്രമാണ് ഇന്നലെ നടക്കുന്നത്. 2020 ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് 2020 തന്നെ ഈ കേസ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ പിണറായി വിജയന്റെ സ്വാധീന പ്രകാരം അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. പിന്നീട് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായി അന്വേഷണം പുനരാരംഭിക്കാനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ അന്വേഷണം നടത്താനും കാരണമായത്. അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നത്. ഇത് 2020 നടക്കേണ്ട റെയ്ഡായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ CMR കമ്പനിയുടെ ഉത്തരവ്, അവരുടെ അപേക്ഷ തള്ളുകയും എൻഫോഴ്സ്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തോട് കൂടിയിട്ടാണ് അവർ മിന്നായം പോലെ പെട്ടെന്ന് റെയ്ഡുകൾ നടത്തിയതിന് കാരണം അവർക്ക് CMR കമ്പനി മറ്റൊരു സുപ്രീം കോടതിയിൽ അതിനെതിരെ SLP കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ SLP അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നടപടികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല, പിണറായി വിജയനെയായിരുന്നു കഴിഞ്ഞ തവണ 10 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, അതിന് എന്ത് ചെയ്യണം? ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകണം പിണറായി വിജയൻ വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും. പകരം BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു കൊടുക്കും എന്നുള്ള ധാരണയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയനെ മകളെയും മകനെയൊക്കെ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്നത് BJP ഗവൺമെന്റ്. എന്നാൽ ഇപ്പോൾ BJP ഗവൺമെന്റ് മനസ്സിലായി, പിണറായി വിജയനെ എന്ന വിഴുപ്പ് പാണ്ഡത്തെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് കേരളത്തിൽ BJPക്ക് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ ബുദ്ധി ഇലക്ഷന് മുമ്പ് 2 മാസം മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ ജയിലിലാണ്, ചിലപ്പോൾ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമായിരുന്നു. എന്നാൽ കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ നേതൃത്വമാണ് കേരളത്തിൽ അധികാരത്തിലേറ്റിയത്. തീർച്ചയായും അവരുടെ നേട്ടങ്ങൾ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് കുതിച്ചു കയറി 102 സീറ്റ് വിജയിച്ചുകൊണ്ട് ചരിത്രത്തിൽ എന്നേവരില്ലാതെ നേട്ടമുണ്ടാക്കിയത് പിണറായി വിജയനെതിരെയുള്ള രോഷം ശക്തമായി മുതലെടുക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളുടെ രോഷമായാണ് VD സതീശന് ഗുണമായി കിട്ടിയത്. എന്നാൽ BJPക്കോ മിണ്ടാൻ പറ്റില്ല. കാരണം BJP ഈ കേസുകളൊക്കെ, പിണറായി വിജയന്റെ കേസുകളൊക്കെ ഒതുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇലക്ഷൻ ജയിച്ച ശേഷം ഈ ഹൈക്കോടതി വിധി പ്രകാരം VD സതീശൻ ഹൈക്കോടതി വിധി പ്രകാരം ED പെട്ടെന്ന് നീക്കം നടത്തി. എന്താണ് നീക്കം? അതായത് വീണ വിജയൻ 2.78 കോടി രൂപ ആരെടുത്ത് വാങ്ങിയിട്ടുണ്ട്? CMRL എന്ന കമ്പനിയിൽ നിന്ന് അനധികൃതമായി വാങ്ങിയിട്ടുണ്ട്. അത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന വീണ വിജയന്റെ ബാംഗ്ലൂരിലുള്ള കമ്പനിയുടെ പേരിലാണ് ഇതെല്ലാം വാങ്ങിയത്. ആ പണം തട്ടിപ്പ് നടത്തിയ വീണ വിജയൻ അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വീണ വിജയന്റെ മൊബൈലിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കയ്യിൽ കിട്ടിയത്. അത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ മകനും ഭാര്യയും അതേപോലെ വീണയും റിയാസും 5 പേരും അകത്താവും. ഇവരുടെ പേരിലുള്ള അനധികൃത സമ്പാദ്യത്തിന്റെ, അതേപോലെ ബിനാമി ഇടപാടുകളുടെ, വിദേശത്തുള്ള അക്കൗണ്ടുകളുടെ എല്ലാ ഡീറ്റെയിലും ഇതിലുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് കേസ്?
വി ഡി സതീശന്റെ നെഞ്ചത്ത് വെറുതെ അടകം പൊട്ടിച്ച് കളിക്കുന്ന പിണറായി വിജയനും സംഘത്തിന് അറിയാം തങ്ങൾ കുടുങ്ങാൻ പോവാണെന്ന്. എന്നാൽ CPM എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് പിണറായി വിജയന്റെ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു നറേഷൻ ഉണ്ടാക്കുകയാണ്, വീഡിയാണ് ഇത് ചെയ്തത് എന്നുള്ളത്. എന്നാൽ അതല്ല സത്യം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഞാൻ പുറത്തുവിടുന്നത്. വീണ വിജയൻ പ്രതിയായിട്ടുള്ള എറണാകുളം കോർട്ട് ഓഫ് അഡീഷണൽ സെഷൻസ് കോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കുറ്റപത്രത്തിന്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലെ 11ാം പ്രതിയാണ് വീണ ടി, ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, പ്രാവിക് പിണറായി, കണ്ണൂർ, കേരള 670741 എന്ന് പറയുന്ന veena@exalogic.in, tveena@gmail.com എന്ന് പറയുന്ന വീണ വിജയനിന്റെ അകത്ത് 11ാം പ്രതിയാണ്. ഈ 11ാം പ്രതി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. നമുക്ക് 11ാം പ്രതിയെ പറ്റി എന്താണ് പറയുന്നതെന്ന് വായിക്കാം. നമുക്ക് 11ാം പ്രതിയെ പറ്റി പറയുന്ന 23ാം പേരിൽ പറയുന്നത് വീണ ടി എസ്, ഡയറക്ടർ ഓഫ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, played a pivotal role in the fraudulent payments totaling 2.78 crores from CMRL under the guise of IT consulting services. Veena was appointed by CMRL as an IT and marketing consultant, receiving a monthly retainer of 5 lakhs in addition to Exalogic's monthly payments of 3 lakhs. These dual arrangements positioned her as a significant financial beneficiary, heavily reliant on income from CMRL. However, investigations revealed a complete lack of evidence supporting any consultancy work performed by either Exalogic or Veena. അതായത് വീണ വിജയൻ യാതൊരു സർവീസും നടത്താതെ 2,78,00,000 രൂപ ഈ CMRL കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണ്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിൽ പിണറായി വിജയന്റെ മകളായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഉടമയായ മാനേജിംഗ് ഡയറക്ടറായ വീണ വിജയൻ 2,78,00,000 രൂപ വാങ്ങി മാത്രമല്ല എല്ലാ മാസവും 8 ലക്ഷം രൂപ ഇങ്ങനെ മാസപ്പടിയായി കിട്ടിക്കൊണ്ടിരുന്നിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കമ്പനി, ഷെൽ കമ്പനി ഉണ്ടാക്കി അതിലൂടെ കോടികൾ അവരുണ്ടാക്കിയെടുത്തു എന്നുള്ള വളരെ ഗുരുതരമായ കുറ്റമാണ് വീണ വിജയൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രേഖകൾ ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ അവർ കഴിയില്ല. കൂടാതെ പിണറായി വിജയൻ ഏകദേശം 5000 കോടിയോളം രൂപ പലതരത്തിൽ ഇവിടെ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കരിമണൽ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ തന്നെ 5000 കോടിയോളം രൂപ പിണറായി വിജയനും തട്ടിയെടുത്തു എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമ്മളെ മുന്നിലുള്ളത്. അത് 5000 കോടി രൂപ പിണറായി വിജയൻ ഉണ്ടാക്കിയപ്പോൾ വീണ വിജയൻ 2,78,00,000 രൂപ ആണ് തട്ടിപ്പണത്തിയത് എന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ഇവർ കൊടുത്ത റിപ്പോർട്ട്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത റിപ്പോർട്ട്, അതായത് നമ്മുടെ ഷോൺ ജോർജ് കൊടുത്ത ഫൈറ്റിൽ തുടർന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രയറായി കൊടുത്തിരിക്കുന്നത് ദിസ് ഓണർ വാട്ട് മേ ബി പ്ലേസ് ടു ടേക്ക് cognizance of offences mentioned above, and accordingly the above mentioned accused person has arrayed in the memo of the parties. The accused number 1 to 13 be tried and punished as per law. This honorable court would be gracious while convicting the accused persons toward cost of the proceedings to the complainant as provided under section 357 of the CRPC as section 395 of BNSS 2023 read with section 446 of the Companies Act 2013. എന്തായാലും വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വീണ വിജയൻ കൃത്യമായിട്ട് പ്രതിയാണ്. എത്രാമത്തെ പ്രതിയാണ്? 11ാമത്തെ പ്രതിയാണ്. 12ാമത്തെ പ്രതിയും ഇവർ തന്നെയാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് OPC, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് നമ്പർ 343 9th മെയിൻ റോഡ്, HSR ലേഔട്ട്, സെക്ടർ 7, ബാംഗ്ലൂരു എന്ന് പറഞ്ഞിട്ടുള്ള 7ാമത്തെ ഓഫീസും 12ാമത്തെ പ്രതിയും ഇവർ തന്നെയാണ്. അപ്പൊ 2 തരത്തിൽ പ്രതികളാണ് ആര്? വീണ വിജയൻ എന്തായാലും ഇതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഇതോടുകൂടി ഇത് മാത്രമല്ല, തുടർച്ചയായിട്ട് ഇന്നലെ ആരെ ആക്രമിച്ചത് വഴി, ED ആക്രമിച്ചത് വഴി ED വെറുതെ വിടാൻ പോകുന്നില്ല പിണറായി വിജയനെ എന്നുള്ള കാര്യങ്ങൾ കൂടി ക്ലിയർ ആവുകയാണ്.
അവർ കൃത്യമായി കാണിച്ചു കൊടുക്കും ആരാണ് വീണ വിജയ ED എന്നുള്ള കാര്യം. വീണ വിജയന്റെ സകല തമ്മാടിത്തരങ്ങളും സകല കൊള്ളയും, പിണറായി വിജയന്റെ സകല കൊള്ളയും, മകന്റെ സകല കൊള്ളയും എല്ലാം തന്നെ കൃത്യമായി വീണ വിജയന്റെ മൊബൈൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടലോടുകൂടി മാത്രമേ കാര്യങ്ങൾ കാണാൻ പറ്റൂ. കാരണം 10,000 കോടി രൂപയുടെ പിണറായി വിജയന്റെ വിദേശത്തെ നിക്ഷേപങ്ങളുടെ രേഖകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു പിണറായി വിജയന്റെ പോലീസ്. അത് ഒരു കള്ളക്കേസ് എടുപ്പിച്ചാണ് ഇതെല്ലാം ചെയ്തത്. അത് ഒരു വീണ ജോർജ് എന്ന് പറയുന്ന തട്ടിപ്പുകാരിയായ മന്ത്രിയുടെ പേരിൽ കൊടുത്ത ഒരു കള്ളപ്പരാതി വെച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി കോടതിയിൽ ഹാജരാക്കി എന്നെ ഓഫീസും വീടും റെയ്ഡ് ചെയ്തിട്ടാണ് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത്. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെട്ടും എത്ര തന്നെ 1000 സ്വർണ്ണപാത്രങ്ങൾ മുടിവെച്ചാലും ഒരു നാൾ സത്യം തുറന്നു വരും. ഇപ്പോഴിതാ ഭരണം മാറിയവരുടെ വിഴുപ്പ് പാണ്ഡമായി മാറിയ പിണറായി വിജയനെ കേന്ദ്രത്തിന്റെ BJPക്ക് ആവശ്യമില്ല. കാരണം ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ വാക്യം അവസാനിച്ചിരിക്കുന്നു. പകരം ഇവിടെ VD സതീശന്റെ നേതൃത്വത്തിൽ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ പിണറായി വിജയനെ അകത്താക്കി 37% വോട്ട് കിട്ടിയ LDF എന്നുള്ള വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇന്നലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയത്. എന്നാൽ പിണറായി വിജയൻ ഇന്നലെ പല അഭ്യാസങ്ങളും കാണിച്ചു നോക്കി, കുറെ ഗുണ്ടകളെ ഇറക്കി പലതരത്തിൽ ആക്രമണം നടത്തി നോക്കി. അതൊക്കെ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. നന്ദി, നമസ്കാരം.